KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ആദ്യ 100 ദിനം ഓർഡിനറി സർവീസുകളിൽ മാത്രം. 15 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്താനാണ് നീക്കം. തുടർന്ന് മറ്റ് ബസ്സുകളിലും നടപ്പാക്കാൻ മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. KSRTCക്കുള്ള നഷ്ടം നികത്തുന്നത് പഠിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും ദീർഘദൂര സർവീസുകളിലും തുടക്കത്തിലെ സൗജന്യ യാത്ര അനുവദിക്കുന്നത് വലിയ തോതിൽ പ്രായോഗിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് KSRTC വിദഗ്ധ സമിതി വിലയിരുത്തിയിരുന്നു. ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ തന്നെ മാസം 57 കോടി രൂപയുടെ അധിക ബാധ്യത വരും. ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന ഈ നഷ്ടം പൂർണ്ണമായും ഏറ്റെടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പകരം KSRTC, KTDFC എന്നിവയുടെ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കൂടുതൽ വരുമാന നേട്ടത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശിച്ചു. KTDFCയെ മികച്ച നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായി വളർത്തണം. സൗജന്യ യാത്ര ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ലഭ്യമാക്കുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരള 1 മലയാളം, ഇടുക്കി.